ആളൊഴിഞ്ഞ റോഡരികിലൂടെ ഇരുവരും പരസ്പരം ഒന്നും മിണ്ടാതെ നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവിടെ വീട് ശബ്ദമുയർന്നത്. നീ വലിയ റിച്ച് ഫാമിലി പിറന്ന കുട്ടിയായിട്ട് സ്കൂട്ടിയിലാണോ അതോ ഈ പാതിരാത്രി ഒറ്റയ്ക്ക് പുറത്തോട്ട് പോയത്? വീട്ടിൽ കാറൊന്നും ഇല്ലായിരുന്നോ? ഉണ്ട്. ആ സ്കൂട്ടി എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നതാ. ഞാനധികം കാറിലൊന്നും പോകാറില്ല, എപ്പോഴും സ്കൂട്ടിയിലാണ് നടക്കാറ്. അമ്മയുടെ ഓർമ്മ കൂടിപ്പോയത് കൊണ്ടാണ് അത് വഴിയിൽ ഉപേക്ഷിച്ചത്? ഞാൻ വഴിയിലൊന്നും ഉപേക്ഷിച്ചതല്ലത്. കുറേ ദൂരം തള്ളിക്കൊണ്ട് വന്നപ്പോൾ എനിക്ക് നടുവേദന എടുത്തു. അപ്പം ഞാൻ അടുത്ത് കണ്ട ഒരു വീട്ടിലേക്ക് വണ്ടി കയറ്റി വെച്ചു. നാളെ ഞാൻ പെട്രോളുമായിട്ട് പെട്രോൾ അടിച്ച് അതിങ്ങ് തിരിച്ചെടുത്തോണ്ട് പോരും. പാതിരാത്രി പരിചയമില്ലാത്ത ഒരാളുടെ വീട്ടിൽ കയറി ചെല്ലുന്നത് അത്ര നല്ലതല്ല. പിന്നെ നീ അത്ര പാവൊന്നുമല്ലെന്ന് എനിക്കറിയാം. ഈ കാണിക്കുന്ന നീഷ്കൊക്കെ വെറും ആക്ടിങ് ആണെന്നും മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അതെങ്ങനെ? കൊക്കെ എത്ര കുളം കണ്ടതാ. നടക്ക്. നിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് മനസ്സിലായിരുന്നു അന്ന്. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ അത്രയും ഫ്ലേർട്ട് ചെയ്തത്. എന്നിട്ട് നീ പിടിച്ചു നിന്നു. നിന്റെ അപാര ധൈര്യം തന്നെ. താങ്ക് യു. അല്ല, എന്തിനായിരുന്നു ആ അരിപ്പടി പ്രയോഗം? അതൊരു ഡെയറായിരുന്നു. ഞാൻ തോക്കുമെന്നാ വിചാരിച്ചത്, പക്ഷേ ജയിച്ചു. പെട്ടെന്ന് തന്നെ വീതി ഇരിഞ്ഞു നിന്ന് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. വിട്, എന്തേ കാണിക്കുന്നത്? എന്തിനെ നീ ഇത്രയും പേടിക്കുന്നു? നിന്നെ പോലുള്ള പെൺകുട്ടികള് വരും വരാഴി കഥകളെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കത്തില്ല. നിനക്കറിയോ ആ പോലീസ് സ്റ്റേഷനിൽ അന്ന് എത്ര കിലോയുടെ കൊക്കൈൻ ഇരിപ്പുണ്ടായിരുന്നെന്ന്? അപ്പോഴത്തെ ദേഷ്യത്തിന് അരിപ്പൊടിക്ക് പകരം ഞാൻ കൊക്കൈൻ എടുത്ത് വെച്ചിരുന്നെങ്കിൽ നിന്റെ ലൈഫ് എവിടെ പോയി അവസാനിക്കുമെന്ന് നിനക്ക് വല്ല ഊഹം ഉണ്ടായിരുന്നോ? അത് കേട്ടത് മാൽവി ഒന്ന് ഭയന്നു. പെട്ടെന്ന് തന്നെ അവനിൽ നിന്ന് കുതറി മാറുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നിക്ക്, എന്താ ഇത്ര വെപ്രാളം? ഇപ്പൊ തന്നെ ആലോചിച്ചു നോക്ക്. എന്റെ സ്ഥാനത്ത് വേറെ വല്ല പയ്യന്മാരുമാണ് വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചതിന് പകരം അവന്മാര് വേറെ വല്ലയിടത്തുമൊക്കെ ആയിരിക്കും കയറി പിടിക്കുന്നത്. അപ്പോഴോ? അത് കേട്ടതും അവന്റെ കണ്ണുകളിലേക്ക് ഒരു നിമിഷം നോക്കിയതിനു ശേഷം അവൾ മുട്ടുകാൽ മടക്കി അവന്റെ മെയിൻ പാർട്ടിന് തന്നെ ഒന്ന് കൊടുത്തു. എന്റെ അമ്മേ! വിയുടെ പിടിവിട്ടതും പെട്ടെന്ന് തന്നെ ആൽവി അവനിൽ നിന്ന് അകന്നു മാറി അരികിൽ കണ്ട ഒരു വീടിന്റെ ഗേറ്റിനുള്ളിലേക്ക് കയറി തിരിഞ്ഞു നിന്നുകൊണ്ട് അവനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ആരായാലും. അതിപ്പോ പോലീസ് ആയാലും ശരി, കള്ളരായാലും ശരി. പിന്നെ ഇതാണ് എൻ്റെ വീട്. താങ്ക്സ് കേട്ടോ ഇവിടം വരെ വന്നതിന്. പിന്നെ വരുവാണെങ്കിൽ ഒരു കോഫി തരാം. തൻ്റെ അടിവയർ പൊത്തിക്കൊണ്ട് അവളെ രൂക്ഷമായി നോക്കി അവളോടവൻ പറഞ്ഞു. കോഫി? നിന്നെ സഹായിച്ചതിന് എനിക്ക് ഇത് തന്നെ കിട്ടണം. കേറി പൊടി അകത്ത്. വേണ്ടെങ്കിൽ വേണ്ട. ഗുഡ് നൈറ്റ്. താങ്ക്സ് കേട്ടോ. പിന്തിരിഞ്ഞ് നടന്നു പോകുന്ന ആൽവിയെ നോക്കി അവൻ അലറിക്കൊണ്ട് പറഞ്ഞു, ഇതിനുള്ള സമ്മാനം ഞാൻ നിനക്ക് തരാടി പുല്ലേ. അരിപ്പൊടി പോലെ ഇത് ഞാൻ മറന്നു കളയുമെന്ന് നീ വിചാരിക്കണ്ട. നീ സൂക്ഷിച്ചോ, അടുത്ത നമ്മുടെ കണ്ടുമുട്ടൽ നിനക്കുള്ള പണിയായിരിക്കും. ഞാൻ വരവിട്ടോളാം. കോളിംഗ് ബെല്ലിട്ടതും വാതിൽ തുറന്ന റേച്ചൽ കാണുന്നത് തന്റെ മുന്നിൽ നിൽക്കുന്ന ആൽവിയായിരുന്നു. ഇതെപ്പം മുങ്ങി ഇവിടുന്ന്? അറിഞ്ഞിട്ടെന്താണ് ഇപ്പോ? ഇരട്ടയും പരട്ടയും കൂടി എന്നെ ഇട്ടിട്ട് തോന്നിയ വഴിക്ക് പോയപ്പോ ഞാനും എനിക്ക് തോന്നിയ പോലെ പോയി. എന്തിയെ അതിന്? അച്ചോടാ, എന്റെ സഹോദരി പിണങ്ങിയോ?
റയാനെ പെട്ടെന്ന് വല്യമ്മച്ചി വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ വന്ന് നോക്കിയപ്പോൾ നീ കുളിക്കുക. നിന്നെ വിളിച്ചിട്ടാണ് നീ ഭയങ്കര പാട്ട്. ഞാൻ വിളിക്കുന്ന പോലെ ശ്രദ്ധിക്കാൻ ടൈമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ ആ റയാനോട് പറഞ്ഞതാ നീ കുളിച്ചിട്ട് വന്നിട്ട് നിന്നോട് പറഞ്ഞിട്ട് പോവാന്ന്. പക്ഷെ അവൻ കേൾക്കണ്ടേ. വല്യമ്മച്ചി കരയുന്ന കണ്ടപ്പോൾ അവനാകെ സെന്റിമെന്റലായി. ഓ എന്താ ഓരോ പെട്ടെന്ന് വരാന്ന് കണ്ടു തന്നെയാ പോയത്. പിന്നെ പപ്പയോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നീ എന്താ പപ്പയെ ഇട്ടിട്ട് എവിടെ പോയതാ? അത് പെട്ടെന്ന് ഞാനൊന്ന് ജെനിയുടെ വീട് വരെ പോയി. ജെനിയുടെ മമ്മിക്ക് വയ്യാണ്ട് വന്നതുകൊണ്ട്. അയ്യോ, എന്തു പറ്റി? ഓ പേടിക്കാനൊന്നുമില്ല, ഒരു തലകർക്കം പോലെ വന്നു. അപ്പോൾ അവക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഒരു കൂട്ട്, അതിന് വേണ്ടി ഞാൻ പോയതാ. ഓ നിനക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? അല്ലേ റയാനെ വിളിക്കായിരുന്നില്ലേ? ബെസ്റ്റ്, റയാനെ വിളിക്കാൻ. അതും വല്യമ്മച്ചി ഇട്ടിട്ട് അവൻ വരും, കുറെ വരും. അവൻ വന്നില്ലെങ്കിലും ഞാൻ വരുമായിരുന്നല്ലോ. നീ എങ്ങനെ വരും? നീ അവന്റെ ബൈക്കിലല്ലേ പോയത്? നിന്നെ ആരെങ്കിലും കൊണ്ടൊന്ന് വിട്ടാലല്ലേ നിനക്ക് വരാൻ പറ്റുള്ളൂ. അതും ശരിയാ. എന്നാലും പപ്പയോട് ഒറ്റയ്ക്കായിരുന്നടി. അതെനിക്കും അറിയാം. പപ്പയെ പിടിച്ചുകൊണ്ട് ആരും പോകത്തൊന്നുമില്ല. ഉറങ്ങിയോ പപ്പ? എങ്കിൽ ശരി, ഞാനൊന്ന് പോയി കിടക്കട്ടെ. നല്ല ക്ഷീണം. ഞാനും കിടക്കാൻ പോവാ. നീ വല്ലതും കഴിച്ചോ? ജെനിയുടെ വീട്ടിൽ നിന്ന് കഴിച്ചു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മുറിയിലേക്ക് കയറി വാതിലടിച്ച് തിരിഞ്ഞ് നമ്മുടെ ആൽവി കാണുന്നത് മുറിയിൽ തന്നെ കാത്തിരിക്കുന്ന പപ്പയായിരുന്നു. പപ്പ, താനെന്താ ഇവിടെ? ഓ മൈ ഏഞ്ചൽ, പപ്പയെ കയറി എടാ പോടാന്നാണ് വിളിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഇനി വിളിച്ചാ പപ്പ ശിക്ഷിക്കും കേട്ടോ. പപ്പ എന്ന പേരിന് ഒരു മാന്യതയും ബഹുമാനമുണ്ട്. അതൊക്കെ തന്നെ വിളിക്കണമെങ്കിൽ ഞാൻ മരിക്കണം. അതിനൊട്ട് യോഗ്യനല്ലാത്ത ഒരാളെ പപ്പയെന്ന് വിളിക്കണമെന്നുണ്ടേ അത് പബ്ലിക്കിന്റെ മുമ്പിൽ മാത്രമായിരിക്കും. അല്ലാതെ തന്നെയൊന്നും ഞാൻ പപ്പയെന്ന് വിളിക്കത്ത് പോലുമില്ല. അല്ലെങ്കിലും സ്വകാര്യ നിമിഷങ്ങളിൽ നീ എന്നെ പപ്പയെന്ന് വിളിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല. നിന്നെ മോളായിട്ട് ഞാൻ കാണാത്ത സ്ഥിതിക്ക് നീ പപ്പയെന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇറങ്ങി പോടോ. പോകാലോ. അതിനു മുമ്പ് പറ, ഇന്ന് എന്ത് കള്ളവാ റേച്ചലിനോടും റയാനോടും നീ പറഞ്ഞത്? അത് താൻ അറിയേണ്ട കാര്യമില്ല. സ്വന്തം പപ്പയെന്ന് കരുതുന്നവന്റെ മുന്നിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണെന്ന് എന്റെ സഹോദരങ്ങളോട് പറയാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കള്ളം പറയുന്നത്. ഇന്നലെ നാളെ അവരെ സത്യം മനസ്സിലാക്കുമ്പോൾ തന്നെ കാറ് തുപ്പും. സത്യങ്ങളൊക്കെ അവരറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്റെ കൂടെ തന്നെ നിൽക്കും. കാരണം എന്റെ യഥാർത്ഥ മക്കൾ അവരാണ്. നീ എന്റെ വളർത്തുപുത്രിയല്ലേ. നാളെ നീ എന്റെ ഭാര്യയാവില്ലെന്ന് ആര് കണ്ടു? ഈ കണ്ട സ്വത്തുക്കൾ പോകാണ്ടിരിക്കാൻ മിക്കവാറും ഞാൻ തന്നെ നിന്നെ അങ്ങ് കെട്ടും. അത് നിങ്ങളുടെ വെറും വ്യാമോഹം മാത്രമാണ്. അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായ കാര്യങ്ങളെല്ലാം റയാനെ റേച്ചലിനെ അറിയിച്ചതിന് ശേഷം നിങ്ങളെ ഞാൻ കൊല്ലും. പിന്നെ ഇന്ന് കണ്ടല്ലോ ക്ലാസ് റൂമിൽ എൻ്റെ കൂടെ നിന്നതാരാണെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അയാളെ അറിയിക്കും അയാളുടെ പെങ്ങളുടെ ദുരന്തത്തിന് കാരണക്കാരൻ ആരാണെന്ന്. അന്ന് തീരും തൻ്റെ ഈ മുഖം മൂടി വെച്ചുള്ള അഭിനയം. എടീ, അപ്പൊ നീ മനഃപൂർവ്വം അവനെ വശീകരിച്ചാൽ മുറി കയറ്റിയതാണല്ലേ? ഞാൻ കരുതി ആക്സിഡന്റലി പറ്റിപ്പോയതാണെന്ന്. താൻ എന്ത് കരുതി? കോളേജിൽ വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് അയാളെ കാണുന്നതെന്നു. പിന്നെ തനിക്കൊരു ഷോക്കിംഗ് ന്യൂസ് കൂടി തരട്ടെ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് യമ്മുവിൻ്റെ ബ്രദറാ താൻ ഇന്ന് പരിചയപ്പെട്ട ആൽവിൻ, DCP ആൽവിൻ. ഇങ്ങനെ കിടന്ന് അലറണ്ട മിസ്റ്റർ ഡേവിഡ് ദേവസി. നിങ്ങളുടെ സ്വന്തം മക്കളായ റയാനും റേച്ചലും ഒക്കെ ഇത് കേൾക്കും. വളർത്ത മകളായി എന്നെ കാണുന്നത് നിങ്ങൾ ഏത് കണ്ണോട് കൂടിയാണെന്ന് അവരറിഞ്ഞ അവര് നിങ്ങളെ കാർക്കിച്ചു തുപ്പും. ആൽവിൻ ജോൺ പള്ളിക്കലിനോട് ഞാൻ എല്ലാം പറയുമെന്നുള്ള പേടിയാണെങ്കിൽ താൻ പേടിച്ചോടോ. തനിക്കൊരു സർപ്രൈസ് കൂടിയുണ്ട്. ഞാൻ പിന്നാലെ പറയാം. നീ പോലീസ് സ്റ്റേഷനിൽ കയറിയ കഥയാണ് നീ സർപ്രൈസ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ഞാൻ അന്നേ അറിഞ്ഞതാ. പക്ഷേ നിന്നോടെന്തോ ദേഷ്യപ്പെടാൻ എനിക്ക് തോന്നിയില്ല. ഇപ്പൊ അങ്ങ് തോന്നുന്നില്ല.
നിന്നെ സ്നേഹിക്കാനാണ് എനിക്കിഷ്ടം. ഡേവിഡ് മുന്നോട്ട് ചുവടുകൾ എടുത്ത് വെച്ചതും ഭയം മാറ്റി അവൾ മുഖത്ത് ഗൗരവം നടിച്ചുകൊണ്ട് അലറിക്കൊണ്ട് പറഞ്ഞു, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ ശരിക്കും ഒച്ച വെക്കും. നേരത്തെ പറഞ്ഞത് കൂട്ടല്ല, വിളിക്കണോ ഞാൻ റേച്ചലിനെ? സത്യങ്ങൾ അവൾ അറിഞ്ഞ നിങ്ങളെ തല്ലിക്കൊല്ലാൻ മുൻപന്തി നിൽക്കുന്നത് അവളായിരിക്കും. എന്നെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി വല്യമ്മച്ചിയെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിച്ചത് നിങ്ങളാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. റയാനും റേച്ചലും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്റെ വയറ്റിലൊരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ട് ഈ സ്വത്തുക്കൾ മുഴുവൻ സ്വന്താക്കാൻ വേണ്ടിയല്ലേ? നടക്കത്തില്ലടോ തന്റെ ഈ ദുഷിച്ച സ്വപ്നം. നടക്കാൻ ഈ ആൾവി ജീവിച്ചിരിക്കുമ്പോ ആൾവി ജീവിച്ചിരിക്കും. ഈ സ്വപ്നം നടക്കുക തന്നെ ചെയ്യും. നിന്നെ ഞാൻ ഒരിക്കലും മകളായിട്ട് അംഗീകരിച്ചിട്ടില്ല, ഇനി അംഗീകരിക്കാൻ പോകുന്നുമില്ല. മറ്റുള്ളവരുടെ മുൻപിൽ മാത്രമായിരിക്കും നീ എൻ്റെ മോള്. അതുകൊണ്ട് നീ ഭയന്ന് തന്നെ ജീവിച്ചോ. ഒരവസരം കിട്ടിയാൽ ഞാനത് മുതലെടുത്തിരിക്കും. തൽക്കാലം അച്ഛൻ്റെ പൊന്നു മോള് കിടന്നുറങ്ങിക്കോ. അപ്പൊ പോയിട്ട് നാളെ വരാതെ. ഡേവിഡ് പുറത്തേക്ക് കാലടി വെച്ചതും പെട്ടെന്ന് തന്നെ ആൽവി വാതിലടച്ചു കുറ്റിയിട്ടു. പുറംതിരിഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ നിലത്തേക്കിരുന്നു. എന്തിനാ മമ്മി ഇത്രയും വലിയൊരു ദുഷ്ടനെ എന്റെ അച്ഛനാക്കിയത്? ഇയാള് അച്ഛനെന്ന വാക്കിന് യോഗ്യനയല്ല. ഇതേ സമയം മറ്റൊരു വീട്ടിൽ, എടാ കുറച്ചുകൂടി ചോറിടട്ടെ, ഇത്രയോട് കഴിക്ക്, വന്നതേ വൈകിയാണ്, ഫുഡ് കൂടി കഴിക്കാണ്ട് കിടന്ന വല്ല അസുഖവും ഉണ്ടാവും. സന്തോഷത്തോടുകൂടി ഭക്ഷണം വിളമ്പുന്ന എമിലിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വി. പെട്ടെന്ന് തന്നെ അവളുടെ മുഖത്തെ ആ ചിരി കണ്ടുകൊണ്ട് അവൻ ചോദിച്ചു, നീ ഓക്കെ അല്ലേ മോളെ? ഞാൻ ഓക്കെയാണ് ഏട്ടാ. ഞാൻ കരയുമ്പോൾ ഈ വീട്ടിലുള്ളവർ മാത്രമല്ല ഈ വീടും കരയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ചിരിച്ചാ നിങ്ങളും ചിരിക്കില്ലേ? അതുകൊണ്ട് ഞാൻ ഓക്കെയാണ്. ദാ ഇത് കേട്ടാ മതി. എനിക്ക് ഒരുപാട് സന്തോഷായി. ഞങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും നിന്റെ സങ്കടം നീ മാറ്റി വെക്കുന്നത് അറിയുമ്പോ. ബാ നീയും ഇരിക്ക്, എന്തെങ്കിലും കഴിക്കാം. അയ്യോ വേണ്ട, എന്റെ വയറ് ഫുള്ളാ. മമ്മിയും പപ്പയും കഴിച്ചു കഴിഞ്ഞാൽ ജെയിംസ് ഇച്ചായൻ വന്നത്. പിന്നെ ഇച്ചായൻ്റെ കൂടെ കമ്പനി കൊടുക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഫുഡ് കഴിച്ചു. ഇച്ചായനാണ് എൻ്റെ വയറ് നിറച്ചിട്ടാ വിട്ടെ. ഇനി ഞാൻ വെള്ളം കഴിച്ചാൽ ഈ വയറ് ബാന്നും പറഞ്ഞ് പൊട്ടിത്തെറിക്കും. പറഞ്ഞ പോലെ അവൻ വന്നായിരുന്നല്ലേ? അവൻ വന്നെങ്കിൽ നീ കഴിക്കേണ്ട. നിന്റെ വയറ് നിറഞ്ഞെന്ന് എനിക്ക് വിശ്വാസമായി. അവൻ കിടന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അവനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ, എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. വേണ്ട, ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിൽ വെച്ച് തന്നെ ചോദിച്ചാൽ മതി. വീട്ടിലെങ്ങനെ ഓഫീസിലെ കാര്യം സംസാരിച്ചു കൊന്നുകളയും ഞാൻ. രണ്ടുപേർക്കും വായെടുത്ത കേസും കോടതിയും മാത്രമേ പറയാനുള്ളൂ. ബാക്കിയുള്ളവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിക്കേണ്ട. ഇത്രയും നേരം ജെയിംസ് ഇച്ചായനെ കാണണമെന്നും പറഞ്ഞ് വാതിക തന്നെ കുത്തിയിരിക്കുമായിരുന്നു. ഞാനാ ഓടിച്ചുറങ്ങാൻ പറഞ്ഞു വിട്ടത്. എന്താ നാളെ നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോകുന്നുണ്ടോ? വേണ്ട, മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് മാറിക്കിടന്ന് ഉറങ്ങാൻ നോക്കിക്കോണം. ഞാൻ ഉറങ്ങാൻ പോവാ. പിന്നെ കഴിച്ചതിന് ശേഷം ആ പാത്രം കഴുകി വെച്ചിട്ട് പോയാ മതി. ഇവിടെ നിങ്ങളുടെ പെണ്ണും പിള്ളയൊന്നുമില്ല കഴുകി വെക്കാൻ. ആയിക്കോട്ടെ തമ്പുരാട്ടി. അവധി ഇപ്പൊ പള്ളി ഉറക്കത്തിന് പോയാലും അടിയന്റെ പാത്രം കഴുകി വെക്കാൻ അറിയാം. അതിനൊരു പെണ്ണുപിള്ളയുടെ ആവശ്യമില്ല. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രം കഴുകി വെച്ച് വി നേരെ എത്തിയത് റൂമിലേക്കായിരുന്നു. അവിടെ കണ്ട കസേരയിൽ ചാരിയിരുന്നതിന് ശേഷം അവൻ പല ചിന്തകളിലേക്ക് മൂഴിയിട്ടു. പെട്ടെന്നാണ് ജെയിംസ് കതക് തുറന്നകത്തേക്ക് വരുന്നത്. ഞാൻ കരുതി നീ ഉറങ്ങിക്കാണുമെന്ന്. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ സൗണ്ട് കേട്ടു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് കരുതിയാ റൂമിൽ തന്നെ വെയിറ്റ് ചെയ്തത്. ജാസിനെ കുറിച്ച് എന്തെങ്കിലും വിവരം നിനക്ക് കിട്ടിയോ? എന്റെ പൊന്നളിയ, അത് പറയാൻ വേണ്ടിട്ടാ വെയിറ്റ് ചെയ്തത്. അവൾ താമസിച്ചിരുന്ന ആ ഒരു ലൊക്കേഷനിൽ ഞാൻ ചെന്നു. പക്ഷേ പേര് എല്ലാം ഡിഫറെൻ്റ് ആണ്. ഒരു ഐഡിയ ഇല്ല. ഒരു രേഖാചിത്രം പോലും ആരെയൊന്നും എനിക്ക് കളക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ആ പെണ്ണ് ശരിക്കും ഒരു മിസ്റ്റീരിയസ് പേഴ്സൺ തന്നെയാണ് കേട്ടോ. നമ്മുടെ എമ്മുവിന്റെ കേസ് ഇതിങ്ങനെ പോയി എങ്ങനെ നമ്മൾ തെളിയിക്കും? 2 പോലീസ് ഓഫീസേഴ്സ് വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? സ്വന്തം പെങ്ങക്കൊണ്ടായ ട്രാജഡി പോലും കണ്ടെത്താൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ നമ്മൾ എത്ര സമർത്ഥമായ കേസ് തെളിയിച്ചാലും
തല താണ് തന്നെ ഇരിക്കും. കേസിന് തുമ്പുണ്ടാക്കാനൊക്കെ പറ്റും, പക്ഷെ അതിന് എമ്മു തുറക്കണം. അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ അറിയാണ്ട് നമ്മൾ കേസ് അന്വേഷിക്കാൻ ശ്രമിക്കുന്നത്. അത് നമുക്ക് കൂടുതൽ കുരുക്കാകുന്നതല്ലാതെ ഒരു തെളിവ് പോലും കിട്ടുന്നുമില്ല. ഇനി അറ്റകൈ പ്രയോഗമാ എല്ലാം എമ്മുവിനോട് ചോദിച്ചറിയാന്ന് വെച്ചാ. അതെങ്ങനെയാടാ? സംഭവം നടന്ന സമയത്ത് പോലും അവൾ വല്ലതും പറയാൻ തയ്യാറായോ? അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി പോലും അവളൊന്നും പറയുന്നില്ല. പിന്നെ എങ്ങനെയാ അവക്ക് നടന്ന ട്രാജഡി അവൾ പറയുന്നത്? ആ സിറ്റുവേഷനും ഇവിടെ കരച്ചിലും എല്ലാം കണ്ട് നമ്മൾ ഊഹിച്ചെടുത്ത ഒരു കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അല്ലാതെ ഇവക്ക് എന്ത് തന്നെയാണ് ആക്ച്വലി അന്ന് സംഭവിച്ചതെന്ന് പോലും നമുക്ക് രണ്ടുപേർക്കും അറിയില്ല. അന്ന് എൻ്റെ കൂടെ പോയിട്ട് എമ്മു നേരെ പോയത് ആ ബിൽഡിങ്ങിലേക്കാണ്. അവിടെ ആ ബിൽഡിങ്ങിൽ അന്ന് ഉണ്ടായിരുന്നത് എമ്മുവും എമ്മുവിൻ്റെ ഫ്രണ്ടും പിന്നെ അക്യൂസ്ഡുമാണ്. അവിടെ എന്താ നടന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവർ 3 പേരിൽ ആരെങ്കിലും തുറക്കണം. ഇതിൽ എമ്മു അല്ലാതെ നമുക്ക് ആ മറ്റു 2 പേരെ അറിയത്തില്ല. അവരെങ്ങനെ ഇരിക്കുമെന്നോ അവരുടെ രൂപം എന്താണെന്നോ ഭാവം എന്താണെന്നോ ഒന്നും അറിയില്ല. അവരെ കണ്ടുപിടിക്കാനുള്ള രീതികളും മാർഗങ്ങളും നോക്കിയിട്ടും ഒന്നും വർക്കൗട്ടും ആവുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എമ്മുവിനോട് തന്നെ എല്ലാം ചോദിച്ചാലോ? എന്തെങ്കിലും ഒരു തെളിവോ തുമ്പോ കിട്ടിയാൽ അതിൽ പിടിച്ച് നമുക്ക് കയറാലോ. നോൺസെൻസ്. എമിലിയെ എല്ലാം അറിയിക്കാനായിരുന്നെങ്കിൽ അത് പണ്ടേ ആകാറുന്നില്ലേ? ഇതൊന്നും അറിയാതെ തന്നെ അക്യൂസ്റ്റിനെ പിടിച്ച് അവളെ മുന്നിലിട്ട് കൊടുത്ത് അവളെ കൊണ്ട് തന്നെ പ്രതികാരം ചെയ്യിക്കാന്ന് വെച്ച് ഇരിക്കുമ്പോൾ നീ ഒരു മറ്റടുത്ത് വർത്താനം പറയരുത് കേട്ടോ. എടാ, അതിന് നമ്മൾ ഇത്രയും നാൾ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലല്ലോ. ഇനി അവളെ അറിയിച്ചിട്ടാണെങ്കിലും നമ്മൾ ആ അക്യൂസ്റ്റിനെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് നമ്മുടെ ലക്ഷ്യം എന്താ? അവളുടെ ഉള്ളിലെ ആ ഭയം മാറ്റിയെടുക്കുക. ആ ദിവസങ്ങൾ ഇനി അവൾക്ക് നോർമൽ ഡേയ്സ് ആയിട്ട് തോന്നണം. പേടിച്ച് ഭയന്ന് മുറിയിലിരിക്കുന്ന എമ്മുവിനെ എനിക്കിനി കാണാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് ഇങ്ങനെ പറയുന്നത്. ജെയിംസിനെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഞാൻ അല്ലെങ്കിൽ തന്നെ നീ പോ. എന്താടാ നിന്റെ മുഖഭാവം മാറിയിരിക്കുന്നത്? എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായോ? ഞാൻ ആ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി കേസിനെ വഴി വെച്ച് കണ്ടു. അവളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവളെൻ്റെ മെയിൻ പാർട്ട് നോക്കി ഒന്ന് തന്നിട്ട് പോകും. ആ കലിപ്പ് എനിക്കിപ്പോഴും വിട്ടുമാറുന്നില്ല. ആ കുട്ടിപ്പിശാശിനി ഇപ്പം എങ്ങനെ എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ വലിച്ചേറി അടുപ്പത്ത് വെക്കോളെ. അവളാണിപ്പോ നിന്റെ മെയിൻ പ്രോബ്ലം തോന്നുന്നല്ലോ. അവളാണ് ഇപ്പൊ എന്റെ മെയിൻ പ്രോബ്ലം. സഹായിക്കാന്ന് വെച്ചപ്പോ അവളെ എനിക്കിട്ട് പണി തന്നിരിക്കുന്നു. ആ പിശാശിനി ഇനി കണ്ട അവിടെ അന്ത്യമായിരിക്കും. എങ്കിൽ ശരി, മോന് ഇത്രയും വലിയ പണി കിട്ടിയിരിക്കുന്ന സ്ഥിതിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാ. നീ ഉറങ്ങിക്കോ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതെന്താ ഇങ്ങനൊരു സ്വപ്നം? ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നത്. അതും അവള്. നല്ലൊരു ഉറക്കത്തിലായിരുന്നു. സ്വപ്നം അത് നശിപ്പിച്ച്. സ്വപ്നത്തിൽ പോലും നീ എനിക്കൊരു സമാധാനം തരത്തില്ലല്ലേ?